ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തങ്കം വേറെ എങ്ങനെയാ മോളെ ചിന്തിക്കണ്ടേ? സ്വന്തം മോളുടെ വിവാഹം കഴിഞ്ഞു. നവി മോളുടെ കഴുത്തി താലി കെട്ടുന്നത് ആ അമ്മ നേരിട്ട് നിന്ന് കണ്ടു. ആ ബന്ധം നിലനിൽക്കണമെന്നല്ലേ തങ്കം ആഗ്രഹിക്കുന്നുള്ളൂ. അത് തെറ്റാണോ? അത് തെറ്റല്ലേ? സിത്താരം മേഡത്തിനോട് ഞാൻ പറഞ്ഞ വാക്ക് എനിക്ക് പാലിക്കണ്ടേ? നവീനെ സ്നേഹിച്ചത് ഗാഥയല്ലേ? ഗാഥയെ തന്നെയല്ലേ നവീന് തിരിച്ച് സ്നേഹിക്കുന്നത്? എന്നോട് എന്തെങ്കിലും അടുപ്പം കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഗാഥയാണെന്ന് തോന്നലുകൊണ്ടാ. അല്ലാതെ ഞാൻ വേഷം കെട്ടി ചെന്ന് നിൽക്കുന്ന ഒരുത്തിയാണെന്നറിഞ്ഞ നവീൻ ആ നിമിഷം എന്നെ പോലീസിൽ പിടിച്ചു കൊടുക്കുകയുള്ളൂ. മോൾ അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. സിത്താര മേഡം എന്നോട് വേഷം കെട്ടാൻ പറഞ്ഞപ്പോ ഞാൻ കരുതിയത് അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന. പിന്നെ അതെന്റെ മരണത്തിലേക്കുള്ള വഴിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അപകടം എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇതൊന്നുമല്ല. ഇപ്പൊ എന്നെ അമ്മ കൊണ്ടു നിർത്തിയിരിക്കുന്ന ഇടമാണ് യഥാർത്ഥ പ്രതിസന്ധി. അതെ, അമ്മയ്ക്ക് ഇപ്പോഴും സുഖമായിട്ടില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ് അമ്മ നേരെയാവുന്നതേ ഉള്ളൂ. അമ്മയെ എതിർത്ത് കൂടുതലൊന്നും എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ പതുക്കെ പതുക്കെ നിങ്ങളൊന്ന് അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കണം. എത്രയും പെട്ടെന്ന് 41 ദിവസം കഴിയും. ആ വ്രതം പൂർത്തിയാക്കി കൊടുത്ത് എന്നേക്കുമായി അവിടെ നിറങ്ങിയേ പറ്റൂ. അന്ന് വിഷമിക്കാനും ബഹളുണ്ടാക്കാനൊന്നും അമ്മ നിൽക്കരുത്. അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്ന. സുനന്ദേച്ചി മോളോടൊന്ന് ചോദിക്കട്ടെ. നവീനെ മോൾ ഒട്ടും സ്നേഹിച്ചിട്ടില്ലേ? നവീനെ പോലൊരു ഭർത്താവിനെയും ആ ഭർത്താവിന്റെ സ്നേഹവും വേണമെന്ന് ചിന്തിച്ചിട്ടില്ലേ? നവീന് മോളോടുള്ളത് യഥാർത്ഥത്തിലുള്ള സ്നേഹം. അതിപ്പോ ഗാഥയുടെ പകരക്കാരിയാണ് മോളെന്ന് തിരിച്ചറിഞ്ഞാൽ പോലും ഒരു മാറ്റവും അതിലുണ്ടാകാൻ പോകുന്നില്ല. പല കാര്യങ്ങളും നമ്മൾ നേരിട്ട് വന്ന് കണ്ടിട്ടുള്ളതല്ലേ. ഗാഥയെ കളരിക്കൽ കുടുംബക്കാർക്ക് മനസ്സറിഞ്ഞ് ഇഷ്ടമായിരുന്നോ? അല്ല. നവീന്റെ നിർബന്ധത്തിന് വഴങ്ങി അവര് സഹിക്കായിരുന്നു. പക്ഷേ ഇപ്പൊ അങ്ങനെയാണോ? നിന്നെ ചേർത്ത് പിടിക്കല്ലേ? തറവാടിന്റെ ഭാഗ്യമെന്ന് പറയല്ലേ? അതൊക്കെ എന്തിന്റെ സൂചനയാ? മറ്റൊരാളുടെ വസ്തു തട്ടിപ്പറിച്ചെടുക്കുന്നതിന് നമ്മള് കുറെ ന്യായങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അല്ലാതെ വേറെ ഒന്നുമില്ല. എനിക്ക് നവീനോട് ഒരടുപ്പം തോന്നിയിട്ടില്ല. നവീന്റെ കണ്ണുകളിലേക്ക് അറിയാതെ നോക്കിയപ്പോഴൊക്കെ ഞാൻ എന്നെ തിരുത്തിയിട്ടുണ്ട്, സ്വയം ചീത്ത പറഞ്ഞിട്ടുണ്ട്. മോളിപ്പോ മനസ്സ് മറച്ചു പിടിക്കുക. സുനന്ദേച്ചിക്ക് അത് നന്നായി മനസ്സിലാവും. എന്നാ മോള് നോക്കിക്കോ. നവീന് മോളോടുള്ള ഇഷ്ടം, കളരിക്കൽ കുടുംബത്തിന് മോളോടുള്ള താല്പര്യം അത് തന്നെ നിലനിൽക്കും.